പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനമായി. ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്ന് കമ്പനി അറിയിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ നടന്നത്. പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ ഏർപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. വൻ പ്രതിഷേധമുയർന്നതോടെ തീരുമാനം മാറ്റി. ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ശാശ്വതമായ പരിഹാരം അവരുണ്ടാക്കണം. അതുവരെ ഇങ്ങനെ തൽക്കാലം നിർത്തിവെച്ച് പിന്നെ തുടങ്ങിയാൽ വീണ്ടും സമരം ഉണ്ടാവും. സമരം ഒരിതുകൊണ്ട് അവസാനിക്കുന്നില്ല. തീരുമാനം ഇന്ന് ടോൾ പിരിക്കുന്നുള്ളത് മാറ്റി അതിനി ഉന്നത തലത്തിൽ ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഇനി അങ്ങനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഏത് ചർച്ച നടന്നോ നടന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഏത് ചർച്ച നടന്നാലും ഇല്ലെങ്കിലും ഇതുപോലെ ആയിരിക്കും അവർ പതിക്കുന്ന പോസ്റ്ററുകൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വില കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഇവിടെ ഉണ്ടാവില്ല. 6 പഞ്ചായത്തിൽ 2.25 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സൗജന്യമായി ഈ പാതയിലൂടെ കടന്നു പോകാമെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരുവിധ വ്യത്യാസമില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടക്കും. 2022 മാർച്ചിലാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത്. കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണപ്ര, പുതുക്കാട്, വണ്ടാഴി, തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് യാത്രയിളവ് അനുവദിച്ചിരുന്നു. എന്നാൽ ജൂലൈ 1 മുതൽ പ്രദേശവാസികൾക്കും സ്കൂൾ ബസുകൾക്കും ടോൾ ഏർപ്പെടുത്തുമെന്ന നിലപാടാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഇന്നു മുതൽ ടോൾ പിരിക്കാനുള്ള കമ്പനിയുടെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. ഇതോടുകൂടി താൽക്കാലികമായി ടോൾ പിരിക്കുന്നത് അവസാനിപ്പിക്കുകയായിരുന്നു. അടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനം. പാലക്കാട് നിന്ന് അരുൺ പുതുപ്പാടിക്കൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം.